അപ്പം നമ്മൾ ആദ്യത്തെ നോൻപാണ് കേട്ടോ. പത്തിരിപ്പണി വന്നാൽ തുടങ്ങാം. ഇന്നിപ്പോൾ ഇനി കുറേ പരിപാടികളുണ്ട്. സമൂസ ഉണ്ടാക്കണം, തരിക്കഞ്ഞി ഉണ്ടാക്കണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഉമ്മതാ പത്തിരി വരുത്തണം. പത്തിരിപ്പണി ആദ്യം കഴിച്ചാക്കാൻ വിചാരിച്ചിട്ടാണ്. ഈ പണി കഴിഞ്ഞാൽ പിന്നെ അതിനൊക്കെ ഉണ്ടല്ലോ. ഇത് കറി വെക്കണം. ചിക്കനും പത്തിരി ആട്ടൊന്ന്. ഹായ് ഗായ്സ്, എല്ലാവർക്കും വീട്ടിൽ സ്വാഗതം. അപ്പോൾ ഉണ്ടോ പത്തിരി ഉണ്ടാക്കട്ടോ. അപ്പൊ നോമ്പ് എടുക്കണം. അപ്പൊ ഉള്ളി ഒക്കെ തുളിക്കണില്ല കേട്ടോ. അപ്പൊ ഉണ്ട് നോമ്പെടുത്ത് കഴിഞ്ഞിട്ടില്ല, നോമ്പ് എടുക്കാൻ ആയിട്ടുള്ളൂ. തണ്ണിമട്ടൊക്കെ കൊടുക്കണം. അപ്പൊ നോമ്പെടുത്ത് കഴിഞ്ഞു. അപ്പൊ തേങ്ങ കഴിക്കാൻ പോയി. അപ്പൊ തേങ്ങ കഴിഞ്ഞിട്ട് നിർത്തിക്കാം. എന്താ നിർത്തേ? ഒരപ്പം ഉണ്ടല്ലോ, ഇന്ന് അപ്പല്ല, ഇവിടെ പത്തിരിയാണ് കേട്ടോ. അത് നമ്മളിത് എന്തിനാ സമൂസക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇട്ടുള്ള സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള പച്ചക്കറികളാണിത്. ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് കുതിരാൻ. അങ്ങനെ ഇതാട്ടോ ക്യാരറ്റും ഉരുളയും ഉള്ളിയൊക്കെ ഇവിടെ തൊലിച്ച് റെഡിയാക്കി വെച്ചുകൊണ്ട് ഇനി ഇതൊക്കെ നമുക്കൊന്ന് കഴുകിയിട്ടെടുക്കാം. 2 മുളകാട്ടോ ഇടുന്നതിലേക്ക്. ഇനി കുരുമുളകിൻ്റെ കുറച്ച് പൊടി ഇടും, അപ്പോൾ എരിവുണ്ടാവും. ഇതൊക്കെ ഒന്ന് നമുക്ക് കഴുകിയിട്ട് വരാം. ഞാൻ വീടുകളുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ പത്തിരിപ്പണി ഇതവിടെ കഴിയാനായിക്കോണം കേട്ടോ. അങ്ങനെ ചുട്ടിടുന്നുണ്ട്. ഇവിടെ ഒരുവിധം കഴിയാനായിക്കണം. ഇത് കഴിഞ്ഞിട്ട് സമൂസ ഉണ്ടാക്കണം. ഓരോ പണികൾ ഇങ്ങനെ എടുക്കുക. പത്തിരിപ്പണി കഴിഞ്ഞാൽ പിന്നെ വേറെ പണികൾ. കറി വെക്കണം. കറി കഴിഞ്ഞിട്ടുള്ള എണ്ണക്കടി. പറയുമ്പോൾ കറി ആവണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റിലേക്ക് ഉണ്ടാക്കാൻ നല്ലത്. സമൂസയൊക്കെ എന്നാൽ ചൂട് കൊടുക്കുന്ന തിന്നാലോ. കുറച്ച് അസറസ്കാരം കഴിഞ്ഞ ശേഷം എണ്ണക്കടി ഉണ്ടാക്കാം. പിന്നെ അതവിടെ ചിക്കനൊക്കെ കഴുകി വെച്ചിക്കണോ, അതുപോലെ തക്കാളി ഉള്ളി അങ്ങനെയുള്ളതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിക്കണോ. പിന്നെ അത് നമ്മൾ ചതച്ചതാണ് കേട്ടോ അത്. പിന്നെ അതാ പൊടി ഐറ്റംസുകളും ഇവിടെ റെഡിയാക്കിക്കണോ. അതാ പത്തിരിയൊക്കെ ചുടലും അങ്ങനെ കഴിഞ്ഞിരിക്കണോ. ഇനി ഇത് കഴിഞ്ഞിട്ട് സമൂസക്കുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അതാട്ടോ സമൂസക്കുള്ള ഒക്കെ റെഡിയാക്കി വെച്ചുകൊണ്ടു ഞാൻ ഉണ്ടാക്കണം. അമ്മ അതവിടെ ചിക്കൻ കറി ഉണ്ടാക്കണം. ചട്ടി വെച്ചു കൊടുക്കും. എണ്ണ ചൂടായി ഉലുവട്ടു. ആ സമയം കൊണ്ട് ഇതാ ഞാനിവിടെ സമൂസക്കുള്ള ചട്ടിയൊക്കെ വെച്ചിട്ട് എണ്ണ വെച്ചുക്കണു. പിന്നെ ഉള്ളി, അതുപോലെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിടുകയാണ്. ഈ ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം നമുക്ക്. അങ്ങനെ നമ്മളെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പം ചിക്കൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചിക്കൻ കറി ഇവിടെ റെഡി ആകുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങരക്കാത്ത ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതാ സമൂസയിലേക്കുള്ള ചതച്ചത് ഇട്ടുകൊണ്ടു കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അവിടെ അടച്ച് വെക്കാം. പിന്നെ അതാ തൻവിധ പോലെ തണ്ണിമത്തനൊക്കെ നുറുക്കി വെക്കണം കേട്ടോ. ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ എന്നാൽ. പിന്നെ അതാ ഞാൻ ഇതിലേക്ക് പച്ചപ്പട്ടാണി വേവിച്ചതാണ് കേട്ടോ. വെറുതെ ഉപ്പിട്ട് വേവിച്ചതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. പിന്നെ അത് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കണു. പിന്നെ ഒരു നുള്ളു മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ടോ. നമുക്കതിൽ കുരുമുളക് പൊടിയൊക്കെ ഇടണം. പിന്നെ ഇത് ഞാൻ കുരുമുളകും വലിയ ജീരകം കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ കല്ലിൽ. അങ്ങനെ അതും ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കാം. ഈ സമയം കൊണ്ട് ഞാൻ അവിടെ ചിക്കനൊക്കെ വേവിച്ച് കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ഉടച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ചിക്കൻ സമൂസയാണ് കേട്ടോ. അപ്പോൾ ഞാനതിൽ ഗ്രീൻ പീസും ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ രസം ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക്. അപ്പോൾ ഞാനിത് അതിൻ്റെ ഇടയിൽ ഗരം മസാലയും കൂടി ഒരു നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതാ ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ സമൂസയുടെ പരിപാടി ഇവിടെ മസാല ഇവിടെ റെഡി ആക്കണം. ഇനി ഇത് നമുക്കൊന്ന് കുറച്ച് നേരം തണുക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് അത് തണുത്ത് വരുമ്പോഴത്തേന് ഞാനിത് അവിടെ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പാത്രം വെച്ചിക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് നെയ്യ് ഒഴിച്ചു. അത് അതിന് ശേഷം ഞാനിത് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് അതിട്ട് കൊടുത്തുക്കണു. പിന്നെ അത് അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്കിത് ആദ്യം തന്നെ ഇതിൽ മൂപ്പിച്ചിട്ട് ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തരിക്കഞ്ഞി ആയതിന് ശേഷം നമുക്ക് ഇത് ലാസ്റ്റ് മേലെ ഇത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തൂണിക്കാൻ നിൽക്കണ്ടല്ലോ. ഒന്ന് ആദ്യം തന്നെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇതിലേക്ക് ആക്കിയിട്ട് മാറ്റി വെക്കുകയാണ്. പിന്നെ അതാ ഞാനിതിൽ സേമിയം വറുത്തെടുക്കുകയാണ് കേട്ടോ. ആ പാത്രത്തിൽ തന്നെ നെയ്യിൻ്റെ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ സേമിയം വറുത്തെടുക്കാൻ വിചാരിച്ചിരിക്കുക. സേമിയം വറുത്തെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂണ് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് റവയും സേമിയം കൂടി ഇതാ ഞാൻ വറുത്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് വറുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. സേമിയം റവയൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണം.
ഇനി ഇതിലേക്ക് തരിക്കഞ്ഞിയിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര ഇപ്പം തന്നെ ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ സേമിയത്തുമ്മയൊക്കെ നന്നായിട്ട് പിടിച്ചോളും മധുരം. അങ്ങനെ ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഏലക്കായ ഇട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് അവിടെ കടന്ന് വേവട്ടെ. അപ്പോൾ അതാ നമ്മളെ സേമിയ ഇതാ ഒരുവിധം ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ച് മാറ്റി വെച്ച പാൽ, ഞാൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പാൽ ആദ്യം തിളപ്പിച്ച് വെക്കും കേട്ടോ. അങ്ങനെ ഇതാ തിളപ്പിച്ച് വെച്ച പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തുക്കണു. അങ്ങനെ നമ്മൾ സേമിയം തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിക്കണം. അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തുക്കണം. അങ്ങനെ നമ്മൾ തരിക്കഞ്ഞി ഇവിടെ റെഡിയായി. അങ്ങനെ ഇതാ സമൂസക്കുള്ള മസാലയൊക്കെ ഇവിടെ ചൂടാറി കിട്ടിക്കണം കേട്ടോ. പിന്നെ ഞാനും ഉമ്മയും കൂടി അങ്ങനെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി നിന്നതാണ്. അങ്ങനെ ഇതാ ഇവിടെ ആദ്യത്തെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടി ഒക്കെ അങ്ങനെ ചിറ്റി എടുക്കട്ടെ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി വേഗം നിൽക്കണം കേട്ടോ. എന്നാൽ ഇവിടെ വേഗമായി കിട്ടുമല്ലോ. അപ്പോൾ ഇതാ എല്ലാം സമൂസയൊക്കെ അങ്ങനെ ചിറ്റിയെടുത്തു. പിന്നെ ഇതാ ഞാനങ്ങനെ സമൂസ പൊരിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ സമയം ഏകദേശം ഒരു 5-5:30 ആയിക്കണം കേട്ടോ. അപ്പോൾ വാങ്ങി കൊടുക്കാൻ അങ്ങനെ സമയം ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ആദ്യത്തെ ട്രിപ്പ് ഇതാ സമൂസയൊക്കെ പൊരിച്ച് മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഒക്കെ റെഡി ആയിട്ട് ഇതാ ഞങ്ങൾ ടേബിളുമ്പോൾ ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു ബാങ്ക് കൊടുക്കാൻ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എല്ലാതും ഇവിടെ മേശമൊക്കെ കൊടുന്നതാ റെഡിയാക്കി വെച്ചിരിക്കണു. ലൈബിയും വെച്ചൊക്കെ അത് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇനി ഇതാ ഞങ്ങളെല്ലാവരും ഇരിക്കട്ടെ കേട്ടോ. ബാങ്ക് കൊടുക്കാനായിക്കണു. മെയിനായിട്ട് കൊടുക്കണം. പരിക്കഞ്ഞി എങ്ങനെ ഉണ്ടടി? സൂപ്പർ. റിച്ചോ നോമ്പ് തുറന്ന ക്ഷീണത്തിലാ അല്ലേ റിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നത് നോമ്പ്? അഭിപ്രായം എന്താ? ഒരഭിപ്രായല്ലേ? അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും നീച്ചിട്ട് ഇതാ മേശ വൃത്തിയാക്കുന്നുണ്ടോ. അപ്പോൾ തന്വിയുടെ പാത്രങ്ങൾ കഴുകുന്നുണ്ട്. അപ്പം ഞാൻ ആ സമയം കൊണ്ട് ഇതവിടെ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം മേലെ ഒന്ന് തുടക്കണമെന്നുണ്ട് കേട്ടോ. കുട്ടികൾ തിന്നിട്ട് തണ്ണിമത്തൻ്റെ കുരു എല്ലാതും നിലത്ത് കൂടെ ഇട്ടിക്കണു. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ബാക്കി വന്ന തണ്ണിമത്തന് ഇതാ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാളെ ഇതന്നെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഒരു കേടും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അത് അമ്മ അത് ഫ്രിഡ്ജിലേക്കൊക്കെ വെക്കുകയാണ്. പിന്നെ ഞാനത് ടേബിൾ തുടക്കൽ കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലൊക്കെ ഫുള്ള് തണ്ണിമത്തൻ്റെ കുരുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഏതായാലും ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇതിന് ശേഷം വേണം നിസ്കരിക്കാൻ. അപ്പോൾ ഏതായാലും തുടക്കൽ ചെയ്യട്ടെ. അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 9:30 മണി ആയിക്കണം കേട്ടോ. അപ്പോൾ റമളാൻ 1-ന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.